ഇന്നൊരു പളനിയിലേക്കുള്ള യാത്രയായാലോ? അങ്ങനെ ഞാനും പ്രയാഗും പുലർച്ചെ ഒരു 3-3:30 ആയപ്പോൾ പളനിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ എത്രയോ വർഷത്തെ ആഗ്രഹം ഇന്ന് നടക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ സെറ്റ് ചെയ്ത് പാലക്കാട് നിന്നും പളനിയിലേക്കുള്ള യാത്ര മനസ്സിൽ ഒത്തിരി സന്തോഷമായിട്ട് ഇറങ്ങുകയാണേ. ഇതാ ഞങ്ങൾ ഏകദേശം പളനി എത്താറായി. ആ കാണുന്നതാണ് ടെമ്പിള്. അത് കണ്ടപ്പോൾ ഉള്ളിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു സന്തോഷം, എൻ്റെ ആഗ്രഹം നടന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ഗേറ്റ് 1 പാർക്ക് ചെയ്തതിന് ശേഷം ഫ്രീ സർവീസ് വണ്ടി ഉണ്ടായിരുന്നു. അതിൽ കയറിയിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് ഞങ്ങൾ വണ്ടിയുടെ അടുത്ത് വരണം. അവിടെ നിന്ന് 1 സെൽഫി, 2 സെൽഫി, 3 സെൽഫി കഴിഞ്ഞില്ല കേട്ടോ. ഇപ്പോൾ ഇത്ര ഇവിടെ കിടക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചിറങ്ങുകയാണേ. ഇറങ്ങിയിട്ട് തിരിച്ച് വന്നതാണ് യാത്ര. എന്ത് രസമായിരുന്നെന്നറിയോ? ലൈഫിൽ ഇങ്ങനെയൊക്കെ ഇനിയും പോകണം എന്ന് തോന്നിക്കുന്ന യാത്രയായിരുന്നു ഇതൊക്കെ. നേരെ ഞങ്ങൾ വരണ വഴിയിൽ നിന്ന് നൊങ്ക് ചേട്ടൻ്റെ ഒരു നൊങ്കൊക്കെ വാങ്ങി അവിടെ നിന്ന് തന്നെ അതിനങ്ങ് കാലിയാക്കി. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ഞാൻ ഓട്ടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ നീ ധൈര്യമായിട്ട് ഓട്ടിക്ക് എന്നുള്ളൊരു പറച്ചിൽ. ഒന്നും നോക്കിയില്ല, അങ്ങെടുത്തു. എന്താ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ചെയ്ത് ഓട്ടിക്കുന്നത് അത് വേറൊരു സുഖമാണല്ലോ അല്ലേ. അങ്ങനെ ഇതാ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ വരികയാണ്. നല്ല രസമുള്ള യാത്രയായിരുന്നു. പറയാൻ എത്രത്തോളം പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്ക് മനോഹരമായിരുന്നു യാത്ര. അങ്ങനെ കുട്ടി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ ഞങ്ങളെ വീട്ടിലേക്ക് വരികയാണ്. താങ്ക് യു.